പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നേരവും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. കർത്താവെ, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ ഒളിഞ്ഞിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നേരവും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ കോട്ടയുമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നേരം ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, കർത്താവെ, കൂടിയിരിക്കുന്നവരെല്ലാവരും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവിന് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ കർത്താവെ, യേശു അവരെല്ലാം കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരികയാണെന്ന്. വരാൻ സാധിക്കാത്തവരെല്ലാവരും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, എന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട ഏറ്റവും കൃപയോടെ കർത്താവ് മനസ്സിലാക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുക്കണമേ അപ്പ. കർത്താവെ, പരിശുദ്ധാത്മാവനാല് കർത്താവെ, ഞങ്ങൾക്കൊന്നും കർത്താവെ ഒരു കഴിവില്ല അപ്പൊ. എന്നാൽ കർത്താവിന്റെ കൃപയാല് ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുവാനായിട്ടുള്ള കർത്താവെ ഒരു ഒരുക്കവും സാഹചര്യം അപ്പൊ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അപ്പ നീ തുറക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ പല വിചാരങ്ങളിൽ നിന്ന് അകറ്റി ഞങ്ങളുടെ ചിന്തകളെ പരിപൂർണമായിട്ട് ഇന്നത്തെ ക്ലാസ് കേൾക്കുമ്പോൾ ആ ശ്രദ്ധ മുഴുവനും കൊടുക്കാൻ തക്ക രീതിയിൽ കർത്താവിനെ ഒരുക്കണമേ. കർത്താവ് യേശുവെ, ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം ഈ സമയം കർത്താവെ പരിപാലിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്തപ്പോൾ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയ്ക്ക് കർത്താവ് രൂപം കൊടുത്ത കർത്താവ് നിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങൾക്ക് ജിൻഡോ ബ്രദറെ നൽകിയതിനെ ഓർത്തപ്പോൾ നന്ദി പറയുന്നു. കർത്താവെ, ഇതെല്ലാം കർത്താവെ ഞങ്ങളെല്ലാം ഈശ്വര സാക്ഷികളെ വളരേണ്ടതിനെ കർത്താവെ, കർത്താവിന്റെ അറിവ് കൂടുതൽ പ്രദാനം ചെയ്ത് അനേകരിലേക്ക് ഇത് എത്തിക്കേണ്ടതിന് വലിയൊരു ഉത്തരവാദിത്വം ഞങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അപ്പൊ നീ വരമേൽപ്പിക്കുന്നതാണല്ലോ. ഇതിനെല്ലാം കർത്താവെ മഹത്വം അങ്ങേക്ക് മാത്രം അപ്പ. ഞങ്ങളെ കർത്താവെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതിന് വലിയ കാര്യങ്ങളിൽ ഏൽപ്പിക്കുമെന്നുള്ള വചനം കർത്താവെ നിവൃത്തിയാകുവാൻ, ഞങ്ങൾ ഓരോ മക്കളിലും നിവൃത്തിയാകുവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പ ഞങ്ങൾക്ക് ഈ കൃപ നീ ഞങ്ങൾക്ക് നൽകുന്നത്. അത് വേണ്ട രീതിയിൽ കർത്താവ് ഉപയോഗിക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ഒരു പക്ഷെ കർത്താവ് ഞങ്ങളുടെ സാഹചര്യമെല്ലാം പ്രതികൂലമാണ്, എന്നാൽ കർത്താവെ പരിപൂർണമായിട്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇത് അനുകൂലമാക്കാനായിട്ട് ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങളിൽ തന്നെ, ഒരു ആഗ്രഹം ഞങ്ങളിൽ തന്നെ കർത്താവെ ഉടലെടുക്കുന്ന നിമിഷങ്ങളാണ് അപ്പൊ. അതിനെ നീ കർത്താവെ മാനിക്കണമേ. അനേകരിലേക്ക് കർത്താവെ നിന്റെ വചനം പ്രഘോഷിക്കേണ്ട ഞങ്ങൾ ഒരുക്കണമേ. കർത്താവെ, ലഭിക്കുന്ന വചനങ്ങൾ കർത്താവെ അവിടെ ഇവിടെയും കൊണ്ടിടാതെ കർത്താവെ നല്ല മണ്ണിൽ കൊണ്ടിടുവാനായിട്ട് അവിടുന്ന് കർത്താവെ വിളഞ്ഞ കർത്താവെ 100 മേനി ഫലം പുറപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശ്വര വലിയൊരു കൃപയും കാരുണ്യം കർത്താവെ കൂട്ടായ്മയിലുണ്ടായിരിക്കണമേ. ശ്രദ്ധ വിട്ടുപോകാതെ കർത്താവെ പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് പരിശുദ്ധാത്മ ഞങ്ങളിൽ നിറയണമേ. ജില്ലപ്രദന്റെ ക്ലാസ്സിലെ കർത്താവെ ആ മനുഷ്യനെ കർത്താവ് പരിപൂർണമായിട്ട് നീ വിശുദ്ധിയിൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നീ പറയുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും. കർത്താവെ, ആ പഠിപ്പിക്കുന്ന ആ പരിശുദ്ധാത്മാവാണ് ജില്ലപ്രദനോടെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഒരുക്കത്തെ ഓർത്തപ്പോ നന്ദി പറയുന്നു. ആ മകന്റെ കുടുംബത്തെ ഓർത്ത് നന്ദി പറയുന്നു. സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, മഹത്വം അങ്ങേക്ക് മാത്രം അപ്പ. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവെ, ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. മഹത്വം കർത്താവെ യേശുവെ നന്ദി. പക്ഷേ മഹത്വം അങ്ങേക്ക് മാത്രം. പരിശുദ്ധാത്മാവെ നീയാണ് ഈ കൂട്ടായ്മയെ നയിക്കുന്നു നന്ദി പറയുന്നു. കൂട്ടായ്മയെ കർത്താവെ നീ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്നത്തെ ക്ലാസ്സിനെയും ജിൻഡോ ബ്രദറെയും ഈ കൂട്ടായ്മയിൽ കർത്താവ് ഇപ്പൊ ആയിരിക്കുന്നവരെയും ഇനി വരുന്നവരെയും വരാൻ ആഗ്രഹിക്കുന്നവരെയും വരാൻ സാധിക്കാത്തവരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ജിൻഡോ ബ്രദറെ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ജിൻഡോ ബ്രദർ ആരംഭിക്കാം. ഒരു വചനം വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കുവാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏദൻ തോട്ടത്തിന്റെ നടുക്ക് 2 വൃക്ഷങ്ങളുണ്ട്. ഒന്ന് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം,
ആ പഴം ഭക്ഷിക്കാൻ പാടില്ല, ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ മരിക്കും എന്നാണ് കർത്താവ് ആദത്തോട് ഹവ്വയോടും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ പേരാണ് ജീവന്റെ വൃക്ഷത്തിന്റെ പഴം. ആ പഴം ഭക്ഷിച്ചാൽ നിത്യം ജീവിക്കും എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനെ ഹവ്വയെ പുറത്താക്കി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, പലരും പറയുന്ന ഉത്തരം, ദൈവം ഏദൻ തോട്ടത്തിൽ പുറത്താക്കാനുള്ള കാരണം അവർ ചെയ്തു പോയ പാപമാണെന്ന്. അവർ ചെയ്ത പാപത്തിന് ശിക്ഷയായി അവരെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി എന്നാണ് പലരും പറയുന്നത്. നമ്മൾ പലപ്പോഴും കുഞ്ഞു ക്ലാസ്സുകളിൽ അത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ തിരുവചനത്തിന്റെ ഉള്ളർത്ഥങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കണം. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിനോട് പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം പാപം ചെയ്തതിന് ശിക്ഷയായിട്ടല്ല, മറിച്ച് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചിരിക്കുന്നു. ഇനി ജീവന്റെ വൃക്ഷത്തിന്റെ പഴം കൂടി ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർ അമർത്യരാകും. അമർത്യരാകാതിരിക്കേണ്ടതിനാണ് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല, അമർത്യനായപ്പോ എന്താ കുഴപ്പം? അമർത്യനായാലുള്ള പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കാം, ദൈവം പരിശുദ്ധനാണ്, അമർത്യനാണ്. മാലാഖമാര് വിശുദ്ധരാണ്, അമർത്യരാണ്. പിശാച് പാപിയാണ്, അമർത്യരാണ്. മനുഷ്യൻ ചെറിയൊരു പനിയുണ്ട്, അത് കാരണമാണ് ചുമ വരുന്നത്, അഡ്ജസ്റ്റ് ചെയ്തോളേ. മനുഷ്യൻ വിശുദ്ധനായിരുന്നു, അമർത്യനായിരുന്നു. പാപം ചെയ്തിട്ട് പാപിയും അമർത്യനുമായാൽ ദൈവത്തെ പോലെ ആകുമോ, പിശാചിനെ പോലെ ആകുമോ? ഇതാണ് ചോദ്യം. അപ്പൊ ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ പഴം ഭക്ഷിച്ചു, നന്മതിന്മ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചു. എന്നിട്ട് പിശാചിനെ പോലെ ആകാൻ പോവുകയാണ്. കാരണം പാപം ചെയ്തു, ഇനി അമർത്യനായി കഴിഞ്ഞാൽ പിശാചിനെ പോലെയാകും. അതുകൊണ്ട് മനുഷ്യരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അമർത്യത കൊടുക്കരുത് എന്നുള്ളതാണ്. അമർത്യത കൊടുക്കുമ്പോൾ വിശുദ്ധനായിരിക്കണം, അല്ലെങ്കിൽ അമർത്യത കൊടുക്കരുത് എന്നുള്ളതാണ്. പിശാചിനെ പോലെ ആകാൻ പാടില്ല. ഈ രക്ഷാകര പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത്. അതാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. നമുക്ക് ബൈബിളിൽ നോക്കി കാണാൻ സാധിക്കും. ഈ 2-ാം അധ്യായത്തിൽ, ഉൽപ്പത്തിയുടെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് ഇതിന്റെ ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. യേശു ക്രിസ്തു മനുഷ്യരക്ഷകൻ മനുഷ്യനെ രക്ഷിച്ചതിന് ശേഷം ഈ ജീവന്റെ വൃക്ഷം നമുക്ക് തിരിച്ചു തരുന്ന രംഗം ഇതേ ബൈബിളിന്റെ വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ കാണും. എപ്പോ തുടങ്ങിയതാണ്? മോശയുടെ കാലത്ത് യേശുക്രിസ്തുവിനും 2500-3000 വർഷം മുമ്പ് എഴുതപ്പെട്ട വസ്തുത. ആ വസ്തുത പൂർത്തീകരിക്കപ്പെടുന്നത് വെളിപാട് പുസ്തകത്തിൽ, അതായത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ എഴുതി പൂർത്തീകരിക്കപ്പെടുന്ന സംഭവം വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിലെ ജീവജലത്തിന്റെ അരുവി ഒഴുകുന്ന നദിക്കരയിലുള്ള ജീവന്റെ വൃക്ഷത്തെ പറ്റി പറയുന്നു. അപ്പോൾ ഒരു രക്ഷകൻ രക്ഷ സമ്പൂർണമായി നമുക്ക് തരണമെങ്കിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരണം. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കുദാശകളുടെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, കുദാശകളിലൂടെയാണ് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരുന്നത്. അങ്ങനെ ഓരോ കുദാശയോടും തിരിച്ചു വന്നപ്പോൾ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം നമുക്ക് തിരിച്ചു തന്നതാണ് വിശുദ്ധ കുർബാനയിലൂടെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സ്വർഗത്തിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, സൂര്യപ്രകാശം ഇല്ലാതെ ഭൂമിയിൽ ഒന്നിനും ജീവിക്കാൻ പറ്റില്ല. സൂര്യൻ എന്നുള്ള പ്രകാശം സ്വീകരിച്ചിട്ട് വേണം സസ്യങ്ങൾക്ക്, ജീവജാലങ്ങൾക്കെല്ലാം തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. എന്നാൽ
സൂര്യൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ, സൂര്യപ്രകാശം ലഭിക്കാതെ ആയിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ, ജീവജാലങ്ങൾക്ക് ഒന്നും തന്നെ എനർജി ലഭിക്കുകയില്ല. ഇതേപോലെ ആത്മാവിനുള്ള എനർജി എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നിന്ന് എനർജി സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. അതിനെ ബൈബിളിൽ കർത്താവായ യേശുമിശിഹ പറയുന്ന ഒരു വാക്ക് ഇതാണ്: സ്വർഗീയ വിരുന്ന്. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ചിട്ട് വേണം എന്നും നിലനിൽക്കുവാൻ. മാലാഖമാരായാലും നമ്മൾ സ്വർഗത്തിൽ പോയാലും ദൈവത്തിൽ നിന്നുള്ള കോണ്ടാക്ട് വഴിയാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. അതില്ലാതെ സ്വർഗത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. അതിനെയാണ് സ്വർഗീയ വിരുന്ന് എന്ന് കർത്താവായ യേശുമിശിഹ തന്റെ ഉപമകളിലൂടെ എല്ലാം അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ നിത്യജീവന ആധാരമായിട്ട് സ്വർഗീയ വിരുന്ന് നമ്മൾ ഭക്ഷിക്കും. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനും ഇതേ സ്വർഗീയ വിരുന്ന് വേണം. അതാണ് നമ്മുടെ കർത്താവ് യേശുമിശിഹ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്ഥാപിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്ന സിമ്പിൾ ഇവിടെ കിടക്കുന്നത്, ഈ ജീവിത വൃക്ഷത്തിന്റെ പഴം എന്ന് പറയുന്നത് അമർത്യതയുടെ ഭക്ഷണമായിട്ട് കിടക്കുകയാണ്. അതായത് നമുക്ക് നമ്മുടെ ആത്മാവിനെ നിത്യമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം. ഭൂമിയിൽ അത് ആവശ്യമുണ്ട്, സ്വർഗത്തിൽ സ്വർഗീയ വിരുന്നായിട്ട് നമുക്കത് ലഭിക്കും. ഭൂമിയിൽ നമുക്ക് ലഭിക്കുവാനുള്ള സോഴ്സ്, ഏക സോഴ്സ് എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാനയാണ്. സോറി. ഇനി നമ്മൾ എന്താണ് മരണം എന്ന് പഠിക്കുകയാണ്. നിത്യജീവന്റെ ഭക്ഷണമാണല്ലോ വിശുദ്ധ കുർബാന. പക്ഷെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരമാണ്: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ എന്താണ് ഈ നിത്യജീവൻ എന്ന് തിരിച്ചറിയാതെ നമ്മൾ നിത്യജീവനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ വിശുദ്ധ കുർബാന ഭക്ഷിച്ചവര് ആ നിമിഷം പോയി വീട്ടിൽ പോയി ചിലപ്പോൾ മരിച്ചു പോകുന്നതുകൊണ്ടുണ്ട്. അപ്പൊ എന്താണ് നിത്യജീവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റാണ്. അതായത് ഒരു വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരം മണ്ണിൽ അഴുകി ഇല്ലാതെയാകും. ആ വ്യക്തിയുടെ ആത്മാവ് പാതാളത്തിലേക്ക് പോകും. പഴയ നിയമത്തിന്റെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ പാതാളത്തിലേക്ക് പോകും. യേശുക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ ആത്മാവ് പാതാളത്തിലേക്ക് പോകും. എന്താണ് പാതാളം? നരകത്തിന്റെ മേൽത്തട്ടാണ് പാതാളം. സ്വർഗത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാതെ ഈ ആത്മാവിന് ജീവൻ ലഭിക്കുകയില്ല. അപ്പോൾ ആത്മാവും നശിച്ചു, ശരീരവും നശിച്ചു. ഇതാണ് മരണം. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് പറയുമ്പോൾ ഈ ഒരു അനുഭവത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. മനുഷ്യന്റെ ശരീരം മരിക്കുന്നു, മനുഷ്യന്റെ ആത്മാവും നരകത്തിലെ പാതാളത്തിൽ ചെന്ന് പതിക്കുന്നു, നരകത്തിന്റെ മേൽത്തട്ടിൽ ചെന്ന് പതിക്കുന്നു. ഈ പാതാളവും നരകവും തമ്മിൽ ഒരു ഗർത്തമുണ്ടെന്ന് യേശു തന്നെ പറയുന്നുണ്ട്, ധന്യവാൻ ലാസറിന്റെ ഉപമയിൽ. അപ്പൊ അബ്രാഹത്തിന്റെ മടി എന്നാണ് ഈ പാതാളത്തിന്റെ മറ്റൊരു പദം എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്കാണ് പതിക്കുന്നത്. അപ്പൊ ആത്മാവ് അവിടെ പതിച്ച് ശരീരം മണ്ണിലടിക്കില്ലാതെയായി. ഇനി രക്ഷ എന്ന് പറയുമ്പോൾ ഈ ശരീരം മണ്ണിൽ നിന്ന് അഴുകിയ ശരീരം തിരിച്ചു വരണം. ആത്മാവ് പാതാളത്തിൽ പോയി ആത്മാവ് പാതാളത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വർഗത്തിലേക്ക് ചെല്ലണം. ഇതാണ് രക്ഷ എന്ന് പറയുന്നത്, മനുഷ്യന്റെ രക്ഷ. അതായത് മനുഷ്യന് ശരീരവും ഉണ്ട്, ആത്മാവുണ്ട്. ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ രക്ഷ വേണം. മനുഷ്യരക്ഷ എന്ന് പറയുമ്പോൾ ശരീരത്തിനും ആത്മാവിനും രക്ഷ വേണം. ഇതെങ്ങനെ സംഭവിക്കും? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം മണ്ണിൽ അഴുകിപ്പോയത് തിരികെ വരണം, ആത്മാവ് പാതാളത്തിൽ പോയത് തിരികെ വരണം. ഇങ്ങനെ ആർക്കെങ്കിലും വരാൻ പറ്റുമോ? വരാൻ ആർക്കും പറ്റില്ല, കാരണം മനുഷ്യനുണ്ട് അസാധ്യമാണ്. അപ്പോഴാണ് ദൈവം തന്നെ ഈ ഒരു ഇത് ചെയ്യുന്നത്. ദെൻ വീണ്ടെടുപ്പ് എന്ന് പറയും. വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ്. 1 വീണ്ടെടുപ്പ്, 2 പരിഹാരം, 3 പ്രായശ്ചിത്തം, 4 സാറ്റിസ്ഫാക്ഷൻ, കടം തീർക്കൽ. 4 മനസ്സിലാക്കി വെച്ചോളൂ. 1 വീണ്ടെടുപ്പ്, 2 പരിഹാരം, 3 പ്രായശ്ചിത്തം, 4 കടം തീർക്കൽ, സാറ്റിസ്ഫാക്ഷൻ. ഈ 4 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് യേശുക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ
ഈ 4 കാര്യങ്ങൾ ചെയ്തത് എന്നാണ് നമ്മൾ ആദ്യം ധ്യാനിക്കുന്നത്. ഒന്ന് വീണ്ടെടുപ്പാണ്. ഇന്ന് കാലത്ത് അധികം പേരും പറയാത്ത ഒരു സുവിശേഷ പ്രസംഗമാണിത്. എന്നാൽ മനുഷ്യരക്ഷയുടെ ഏറ്റവും കാതലായ വശമാണ് ഈ പറയാൻ പോകുന്നത്. പ്രത്യേകമായിട്ട് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച പ്രസംഗം, അതായത് ശ്രദ്ധിക്കണേ, അപ്പസ്തോലന്മാർ പ്രസംഗിച്ച പ്രസംഗം എന്ന് പറയുമ്പോൾ പത്രോസ്ലീഹായുടെ ആദ്യത്തെ പ്രസംഗം തന്നെ മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള പ്രസംഗമാണ്. പെന്തക്കോസ്തായിലെ പ്രസംഗം അതാണ്, മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള പ്രസംഗം. ഇന്ന് സുവിശേഷ പ്രസംഗങ്ങളിൽ എത്ര പേര് ഇത് പറയുന്നുണ്ട്, എത്ര പേർക്ക് ഇത് അറിയാം? അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം. ഇത് പറയുന്നില്ല, പ്രസംഗിക്കപ്പെടേണ്ടതാണ്. മനുഷ്യരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉയർപ്പും മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയുമാണ്. അപ്പൊ ശരീരം ഉയർക്കും എന്നുള്ളത് പോലും വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു സങ്കടകരമായ ഒരു കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുനർജന്മ സിദ്ധാന്തമാണുള്ളത്. പുനർജന്മ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം വസ്ത്രം പോലെയാണ്. ആത്മാവ് മാറി മാറി ശരീരങ്ങളെ ധരിക്കുന്നു. ഒരു ശരീരം അഴുകില്ലാതെ വേറെ ശരീരം ധരിക്കുന്നു. ഇതാണ് പുനർജന്മ സിദ്ധാന്തം. അപ്പൊ നമ്മളിൽ പലരും ഇതിൽ ഉൾപ്പെട്ട് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും നമ്മളിൽ പലരും കരുതുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മണ്ണിനടിയിൽ ഇല്ലാതെയാകും. യേശുക്രിസ്തു വീണ്ടും വാരാമയങ്ങൾ വരുമ്പോൾ നമുക്കൊരു പുതിയ ശരീരം തരും എന്നാണ്. അതല്ല, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് പോലെ ശരീരങ്ങളുടെ ഉയർപ്പ് നമുക്കുണ്ടാകും. നമ്മുടെ ഈ ശരീരം തന്നെ ഉയർക്കും, അത് തേജസ്സുറ്റതായി തീരും. ഇത് പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിന് അച്ചാരമായി യേശുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ദൈവമാണ്, മനുഷ്യനാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരവും അതുപോലെ ആത്മാവും രണ്ടായി പിരിഞ്ഞു. ഒരു മനുഷ്യൻ മരിച്ചാൽ എന്ത് സംഭവിക്കും? മരിച്ചാൽ ശരീരവും ആത്മാവും രണ്ടായി പിരിയും. നമ്മളിത് ആദ്യം മനസ്സിലാക്കുന്ന കാര്യമാണ്, സ്വാഭാവികം മനസ്സിലാക്കുന്ന കാര്യമാണ്. ആത്മാവ് ശരീരത്തെ വിട്ടുപോകും. അപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരവും യേശുക്രിസ്തുവിന്റെ ആത്മാവും രണ്ടായി വിട്ടുപോയി. ഇങ്ങനെ രണ്ടായി വിട്ടുപോയപ്പോൾ ആത്മാവ് പാതാളത്തിലേക്ക് പോകുന്നു, ശരീരം കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുന്നു. ഇതാണ് മരണം. അങ്ങനെ ദൈവം യേശുക്രിസ്തു എന്ന മനുഷ്യനാൽ കുരിശിൽ മരണം രുചിച്ചു. ദൈവം മരിച്ചു എന്ന് കഴിയുമ്പോൾ ഈ മരണം ദൈവം രുചിച്ചു. സംശയം വിചാരിക്കണ്ട. മനുഷ്യരെന്ന നിലയിൽ ദൈവം ഈ മരണം രുചിച്ചു. യേശുക്രിസ്തു കുരിശിൽ മരിച്ചോടെ ഡമ്മി നാടകം കളിച്ചതല്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരം, തിരുമൃത ശരീരം കല്ലറയിൽ അടക്കം ചെയ്യുമ്പോഴും യേശുക്രിസ്തുവിന്റെ ആത്മാവ് പാതാളത്തിൽ ഇറങ്ങുമ്പോഴും യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റി, ദൈവവചനമാകുന്ന പുത്രൻ തമ്പുരാൻ രണ്ടിലും ഒരേ സമയം വ്യാപരിച്ചു. രണ്ടിലും ഒരേ സമയം വ്യാപരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരം അഴുകുന്നില്ല, ആത്മാവ് പാതാളത്തിൽ ബന്ധിക്കപ്പെടുന്നില്ല. ഇതിനെയാണ് ദാവീദ് പ്രവാചകൻ രാജാവ് ഇപ്രകാരം പ്രവചിച്ചത്: അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങന്റെ ശരീരം എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, എന്നാൽ ഞാൻ വായിക്കാൻ പറ്റിയിട്ട് എന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 27-ാം തിരുവചനമാണ്. ഇത് എന്തിനെ പറ്റി പറയുന്നത്? പത്രോസ്ലീഹ യേശുവിന്റെ ഉയർപ്പിനെ പറ്റി പ്രസംഗിക്കുന്ന കാര്യം. അപ്പൊ ഇങ്ങനെ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ശരീരവും ആത്മാവും വീണ്ടും ഒന്നു ചേർന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ മരണം എന്നതിനെ അതിജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരണമേ നിന്റെ വിജയം എവിടെ, മരണമേ നിന്റെ ദംശനം എവിടെ?
മരണത്തെ തോൽപ്പിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് യേശു ക്രിസ്തു. അതാണ് വീണ്ടെടുപ്പ്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പാണത്, വീണ്ടെടുപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പാപമില്ലാത്ത ഒരു മനുഷ്യനെ അവകാശമാണ്, സഭയിൽ അംഗമായി ചേർന്നാൽ നമുക്ക് ലഭിക്കുന്ന അവകാശമാണ് ജീവന്റെ വൃക്ഷത്തിന്റെ പഴം. നമ്മൾ ഓരോരുത്തർക്കും അവകാശമാണ് ജീവന്റെ വൃക്ഷത്തിന്റെ പഴം. കാരണം എന്താ? പാപം ചെയ്തിട്ട് ജീവന്റെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചാലാണ് നമ്മൾ മരിക്കുക. അപ്പൊ പാപമില്ലാത്ത യേശുക്രിസ്തു കുരിശിൽ പാപങ്ങളെല്ലാം മോചിപ്പിച്ചുവെങ്കിൽ, രക്ഷ പ്രദാനം ചെയ്തെങ്കിൽ, നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തെങ്കിൽ നമുക്ക് ജീവൻ വേണം. ജീവൻ വേണമെങ്കിൽ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം പിന്നെ നമ്മുടെ അവകാശമാണ്. ഈ അവകാശമാണ് യേശുക്രിസ്തു കുരിശിൽ തരുന്നത് വിശുദ്ധ കുർബാനയായിട്ട്. ഈ അവകാശമാണ് കുരിശിൽ അവിടുന്ന് നമുക്ക് തരുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം വീണ്ടും ആസ്വദിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, പാപം ചെയ്തിട്ടാണ് ഈ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? മരിക്കും, നിത്യമായി നശിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന മാരകപാപ അവസ്ഥയിൽ ഭക്ഷിക്കരുത് എന്നുള്ള കാര്യം പറയുന്നത്. ഇവിടെയാണ് വിശുദ്ധ കുർബാന വിരുന്നാണ്. 3 കാര്യങ്ങൾ പ്രത്യേകിച്ചുള്ളത്. വിശുദ്ധ കുർബാന ബലിയാണ്, വിശുദ്ധ കുർബാന വിരുന്നാണ്, വിശുദ്ധ കുർബാന ആരാധനയാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. വിശുദ്ധ കുർബാന ബലിയാണ്, വിശുദ്ധ കുർബാന വിരുന്നാണ്, വിശുദ്ധ കുർബാന ആരാധനയാണ്. അപ്പോൾ വിരുന്ന് എന്ന സങ്കല്പത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, വിരുന്ന് എന്ന് പറയുമ്പോൾ ജീവൻ വൃക്ഷത്തിന്റെ പഴമായിട്ട്. 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിലെ 11-ാം അധ്യായത്തിലെ 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം പറയാം. ആരെങ്കിലും അയോഗ്യതയുടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അപ്പം ഭക്ഷിക്കുന്നതും രക്തത്തിൽ പാനം ചെയ്യുന്നു, പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ ശരീരത്തിനും കർത്താവിന്റെ രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? മാരകപാപ അവസ്ഥയിലാണ് ഇത് ഭക്ഷിക്കുന്നതെങ്കിൽ അവൻ ഭക്ഷിക്കുന്നത് എന്തായിരിക്കും? ശിക്ഷാവിധിയായിരിക്കും. തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നതാണ്, ശരീരത്തെ പ്രകാരം പറയാം, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതും. 21-ാമത്തെ വാക്യം, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്യുമ്പോൾ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാലം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. അപ്പോൾ 1 കൊരിന്തോസ് 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്ന വിഷയം ഇതാണ്, കർത്താവിന്റെ കർത്തൃമേശ, കർത്താവിന്റെ മേശ. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് നൽകിയത്, വീഞ്ഞെടുത്ത് നൽകിയത് എന്നതിനെ കുറിച്ചുള്ള പറഞ്ഞതിന് ശേഷം, വിശുദ്ധ കുർബാന എന്താണെന്ന് പറഞ്ഞതിന് ശേഷം, ഈ വിശുദ്ധ കുർബാന വിരുന്നാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം, ഇതിനെതിരെ അയോഗ്യതയോടെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നശിക്കുമെന്നുള്ള വസ്തുത വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുക, 13-ാം അധ്യായത്തിൽ. അപ്പൊ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചാൽ നശിക്കും എന്നുള്ള വസ്തുത, അതായത് പാപിയായിട്ട് ഭക്ഷിച്ചാൽ നശിക്കും എന്നുള്ള വസ്തുത വളരെ വ്യക്തമായി പൗലോസ് ശ്ലീഹ ഇവിടെ വീണ്ടും കോട്ട് ചെയ്ത് പറയുക. ഇത് തന്നെയാണ് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തി. അതാരാണ്? യൂദാസാണ്. യേശു ക്രിസ്തുവിന്റെ പാനപാത്രത്തിൽ നിന്ന് ആദ്യം ഭക്ഷിച്ച വ്യക്തി അത് യൂദാസായിരുന്നു. അവൻ നശിച്ചു പോയതിന് പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. അപ്പൊ നമ്മുടെ ആത്മാവിലേക്ക് ജീവന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന ഒരേ സമയം നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമാകും എന്നുള്ള വസ്തുതയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ വിരുന്നാണ് തലം ഞങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. അടുത്തതാണ് വിശുദ്ധ കുർബാന ബലിയാണ്. എന്താണ് ബലി എന്ന കൺസെപ്റ്റിലേക്കാണെന്ന് വരുമ്പോൾ ചിന്തിക്കുന്നത്? വിശുദ്ധ കുർബാന ബലിയാണെന്ന് അറിയുമ്പോൾ ഒരു ബലിയർപ്പണം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്, സ്വർഗം അഥവാ ദൈവം മനുഷ്യനേക്കാൾ ഉയർന്നിരിക്കുന്നു, എന്നാൽ മനുഷ്യനാകട്ടെ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു. എന്താണ് ദൈവസന്നിധിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ താഴ്ന്നു വീഴാനുള്ള കാരണം? അതിനുള്ള കാരണം അവന്റെ പാപമാണ്.
അപ്പൊ പ്രപഞ്ചം, ഭൂമി മുഴുവൻ താഴ്ന്നിരിക്കുന്നു, മുകളിൽ ഉയർന്നിരിക്കുന്നത് എന്താണ്? സ്വർഗമാണ്. അപ്പൊ സ്വർഗത്തെയും ഭൂമിയെയും ഒരേ നിരപ്പിലെത്തിക്കണം. അതിനുവേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കാൻ ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? ഞാൻ വലിയ പാപിയാണ്, ഞാൻ വലിയ തെറ്റുകാരനാണ്, പക്ഷെ ദൈവമേ എന്റെ മേൽ കരുണ തോന്നണമേ, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ് മനുഷ്യന്റെ ബലിയർപ്പണത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഞാൻ എനിക്കുള്ളതെല്ലാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ തനിക്ക് തന്റെ അധ്വാനം ദൈവത്തിന് കൊടുക്കുന്നു. എന്നിൽ പ്രസാദിക്കണമേ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻ ഇതിൽ നമുക്ക് അറിയാം, ദേവിനെ പ്രസാദിപ്പിക്കുക, ദേവനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബലി അർപ്പിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇത് എല്ലായിടത്തും ഉണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അബ്രാഹത്തിന്റെ കാലഘട്ടത്തില് മൊളോക്ക് ദേവന് ബലി അർപ്പിക്കുകയാണ്. മൊളോക്ക് ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയുടെ ശിരസ്സുള്ള ഒരു ബിംബം. അത് ചെമ്പ് കൊണ്ടുണ്ടാക്കിയുള്ളത് അല്ലെങ്കിൽ താമര കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന്റെ കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിനടിയിൽ തീ കൂട്ടിയിടും. ഇങ്ങനെ തീ കൂട്ടി ഇടുന്ന ആ പ്രതിമയുടെ, കാളയുടെ രൂപമുള്ള ആ പ്രതിമയുടെ കൈകളിലേക്ക് അവർ തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിക്കും. അവരിങ്ങനെ ബലിയർപ്പിച്ചിട്ട് പറയും, ഞങ്ങളിൽ പ്രസാദിക്കണമേ. അങ്ങനെ തന്റെ ഏറ്റവും സ്നേഹിക്കുന്ന, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ മൊളോക്ക് ദേവനെ ബലിയർപ്പിച്ചുകൊണ്ട് പ്രസാദിക്കണമേ എന്ന് പറയുന്ന ഒരു മനുഷ്യകുലം ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പരിഹാരം ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് മതങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഈ ബലിയർപ്പണം ഇന്ത്യയിലാണെങ്കിലും ഇതുണ്ട്, എല്ലായിടത്തും ഈ ബലിയർപ്പണമുണ്ട്. അപ്പൊ ഇതാണ് ബലി എന്ന കൺസെപ്റ്റ്. അപ്പോൾ ദൈവം ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ ബലിയർപ്പണം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ബലി എന്താണ്? ശ്രേഷ്ഠമായ ബലി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ദൈവം അബ്രാഹത്തോട്, ഇത് ആദ്യമേ തന്നെ പറയണം, അബ്രാഹത്തോട് ദൈവം പറയാണ്, നീയും നിന്റെ മകൻ എനിക്ക് ബലിയർപ്പിക്കുക. അബ്രാഹം ഇസ്ഹാക്കിനെ മോറിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ. ബലിയർപ്പിക്കുന്ന സമയത്ത് ദൈവം അവനെ വിലക്കുന്നു. എന്നിട്ട് പറയാണ്, ഇതാ ആടിനെ തരുന്നു, ആടിനെ ബലിയർപ്പിക്കുക, നിന്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കരുത്. ഇവിടെ ബലിയർപ്പണത്തെ കർത്താവായ ദൈവം ഷിഫ്റ്റ് ചെയ്യാണ്. നരബലിയിൽ നിന്ന് മൃഗബലിയിലേക്കുള്ള മാറ്റമാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. മോശം ഇത് തന്നെ ചെയ്യുന്നത്, മൃഗബലിയിലേക്ക് മാറ്റുന്നു. ആടിനെ അല്ലെങ്കിൽ കാളയെ അല്ലെങ്കിൽ ചെങ്ങാലിയെ, ഉരുവിക്കുഞ്ഞുങ്ങളെ ബലിയർപ്പിച്ചാൽ മതി, മക്കളെ ബലിയർപ്പിക്കല്ലേ. ഇതാണ്. അപ്പൊ കടിഞ്ഞൂൽ സന്താനത്തിന് ദൈവത്തിന് കൊടുത്തിട്ട് ആ മകനെ പകരം ഒരു ആടിനെയോ കാളയോ ബലിയർപ്പിച്ച് ആ കുഞ്ഞിനെ തിരികെ വാങ്ങുന്നു. ഇതാണ് ഇസ്രായേൽക്കാരുടെ ബലിയർപ്പണം. ഇങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിവസ്തു പുരോഹിതൻ അർപ്പിക്കുമ്പോൾ പുരോഹിതൻ അത് കർത്താവിന് സമർപ്പിച്ചിട്ട് ആ ബലിവസ്തു ആര് ഭക്ഷിക്കണം? ഇത് കൊണ്ടുവന്ന് ഇസ്രായേൽക്കാർ ഭക്ഷിക്കണം. ഇതാണ് അവരുടെ നിയമം. ഇസ്രായേൽക്കാർ അത് ഭക്ഷിക്കും. അങ്ങനെ ബലിവസ്തു ഭക്ഷിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, ഈ ഒരു മൃഗബലി അർപ്പണം നരബലിയായിരുന്നു. ദൈവം അത് മൃഗബലിയാക്കി മാറ്റി പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഈ ബലിയോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹത്തിന് പൂർത്തീകരണമായിക്കൊണ്ട് ബലിയർപ്പിക്കലേ വേണ്ടൂ, ഇതാ ഞാൻ തന്നെ ബലിയർപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ദൈവം തന്നെ കുരിശിൽ ബലിയാക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ, മനുഷ്യന് വേണ്ടി ദൈവം തന്നെ ബലിയാക്കപ്പെടുന്ന ഇതാണ് കുരിശിൽ നാം കാണുന്നത്. എന്തിനു വേണ്ടിയാ? നീ നിന്റെ ശരീരത്തെയോ, നീ നിന്റെ കുഞ്ഞുങ്ങളെയോ, നീ നിന്റെ ആടുമാടുകളെയോ സമ്പത്തെയോ അല്ല ബലിയർപ്പിച്ച. ആ ബലി കൊണ്ടൊന്നും എന്റെ അടുക്കൽ പൂർത്തീകരണം സംഭവിക്കുകയില്ല. ഇതാ സ്വർഗം മുകളിലാണ്, ഭൂമി അടിയിലാണ്. ഭൂമിയിലുള്ളത് ഒന്നിനെ കൊണ്ടും സ്വർഗത്തെ ഒപ്പമെത്തിക്കാൻ സാധ്യമല്ല. കാരണം ഭൂമി പിഴച്ചുപോയി, ഭൂമി പാപഭംഗിരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടോ? അതാ ചോദ്യം. ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടോ
അത് എടുത്തുകൊണ്ടുവന്ന് സമർപ്പിക്കണം ദൈവത്തിന് മുമ്പിലേ. അങ്ങനെ പരിശുദ്ധമായ ഒരു സമർപ്പണം വേണം. അത് ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യ ശരീരത്തെ, അതായത് ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യകോശത്തെ, കന്യകാമറിയത്തിൽ നിന്ന് ഒരു ശരീരത്തെ സ്വീകരിക്കുക. പാപമില്ലാത്ത ഒരു ശരീരത്തെ, അമലോത്ഭവമാക്കപ്പെട്ട ഒരു ശരീരത്തെ, കന്യകാമറിയത്തിൽ നിന്ന് ഒരു ശരീരത്തെ, മനുഷ്യ ശരീരത്തെ സ്വീകരിച്ച് ഭൂമിയിൽ നിന്നുള്ള ബലിയർപ്പണത്തിനുള്ള പങ്കെടുത്ത് ആ മനുഷ്യ ശരീരം, ക്രിസ്തുവിന്റെ ശരീരം ബലിവസ്തുവായി മാറി. അങ്ങനെ ഭൂമിക്ക് സ്വർഗത്തോട് നോക്കി പറയുവാണ്, ഇതാ നോക്കൂ, സ്വർഗത്തിൽ, ഭൂമിയിൽ സ്വർഗത്തോളം ഒപ്പമുള്ള ഒരു വസ്തുവുണ്ട്. എന്താണ്? ക്രിസ്തുവിന്റെ ശരീരം, മനുഷ്യ ശരീരം. അല്ലെങ്കിൽ സ്വർഗത്തോളം എത്താവുന്ന, ഭൂമിക്ക് എത്താവുന്ന പരിശുദ്ധമായ ഒന്നുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ശരീരം. അതിതാ സ്വർഗത്തിന് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു കുരിശിൽ ബലി പൂർത്തിയിരിക്കുന്നു. ഇത് മനുഷ്യനെ കൊണ്ട് അസാധ്യമായതുകൊണ്ട് ദൈവം തന്നെ ചെയ്തു. ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യനായി ബലിയർപ്പിക്കപ്പെടുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ബലിയർപ്പണത്തിന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം വരികയാണ്, ആർക്ക് ബലിയർപ്പിച്ചു? ഇവിടെ പരിഹാരം നടന്നു. ആർക്ക് ബലിയർപ്പിച്ചു? നമ്മൾ വിശുദ്ധ സ്വീകരിക്കുന്നവരല്ലേ, ആർക്ക് ബലിയർപ്പിച്ചു? അപ്പൊ ഇത് നമ്മൾ പറയുന്ന കാര്യമാണ്. ഒന്ന്, പകരമരണ സിദ്ധാന്തം. ഇത് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല. ഇത് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണേ. കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത സിദ്ധാന്തമാണ് പകരമരണ സിദ്ധാന്തം. എന്താണത്? അതിപ്രകാരമാണ്, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനെ കുരിശിൽ ബലിയർപ്പിച്ചു. അവിടുത്തെ പാടുപീഡകൾ വഴി ദൈവം സംപ്രീതനായി. അങ്ങനെ മനുഷ്യനെ, നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിന് അവകാശികളാക്കി. ഇതാണ്, നമ്മൾ മരിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ചു, പകരമരണം സംഭവിച്ചു എന്നുള്ള സിദ്ധാന്തമാണ് പകരമരണ സിദ്ധാന്തം. ഇത് പെന്തക്കോസ്തുകാർ ഹോൾഡ് ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ്. ഇത് നമ്മളിൽ പലരും ഹോൾഡ് ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ്. നമ്മൾ അറിഞ്ഞുമറിയാതെയും പറയുന്ന സിദ്ധാന്തമാണ്. പലപ്പോഴും കുരിശന്റെ വഴിയിലെ ഇപ്രകാരം ഒരു വരിയുണ്ട്. ആ വരിയാണ് ഇതിന്റെ പ്രശ്നം. ആ വരി ഇതാണ്, അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പേരുകൾ ധാരാളം മതിയല്ലോ എന്ന് നമ്മൾ പറയും. ആരെ പ്രസാദിപ്പിക്കുവാൻ? പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പുത്രനായ യേശുക്രിസ്തുവിന്റെ പാടുപീഡകള് ധാരാളം മതിയല്ലോ. അത് പകരമരണ സിദ്ധാന്തത്തിന്റെ വരികളാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിനെ ഇങ്ങനെ പ്രസാദിപ്പിക്കണം? യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പാടുപീഡകൾ കണ്ടിട്ട് പ്രീതിപ്പെടുന്ന ഒരു ദൈവമാണോ? അത്രയും ക്രൂരനായ ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? ചിന്തിച്ചു നോക്കി. അങ്ങനെ അത്രയും ക്രൂരനാണ് നമ്മുടെ ദൈവം? പിതാവായ ദൈവത്തിനെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ കിടന്ന് പടഞ്ഞ് മരിക്കുന്ന ക്രിസ്തുവിന്റെ ആ പാടുപീഡ കണ്ടിട്ട് വേണം പ്രീതിപ്പെടുവാൻ? ഇതാണ് പകരമരണ സിദ്ധാന്തം. ഈ പകരമരണ സിദ്ധാന്തത്തിലെ യേശുക്രിസ്തുവിന്റെ ബലി വസ്തു പിതാവായ ദൈവത്തിന് കൊടുത്തിട്ട് മനുഷ്യകുലത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ. ഇത് തെറ്റാണ്. അപ്പൊ അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും ബലിയർപ്പിച്ചത് ആർക്ക് കൊടുത്ത് മനുഷ്യരെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്? അപ്പൊ അടുത്തൊരു സിദ്ധാന്തം ഇതാണ്, പിശാചിന്റെ കീഴിലാണ് മനുഷ്യർ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും പിശാചിന് കൊടുത്തിട്ട് മനുഷ്യനെ രക്ഷിച്ചു എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. അതായത് പിശാചിന് സഹനമല്ലേ ആവശ്യം, എന്നാൽ യേശുവിന്റെ കുരിശുമരണത്തിന്റെ സഹനം പിശാച് ഏറ്റെടുത്തു, പിശാചിന് സമർപ്പിക്കുന്നു. എന്നിട്ട് മനുഷ്യരുതായും കൊള്ള മുതൽ കൊള്ളക്കാരൻ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞാൽ മോചനദ്രവ്യം കൊടുത്ത് പിടിച്ചു വാങ്ങുന്നത് പോലെ. അപ്പൊ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ജീവൻ മോചനദ്രവ്യമായി നൽകാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മോചനദ്രവ്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത് പിശാചിന് കൊടുത്തിട്ട് മനുഷ്യനെ രക്ഷിക്കലാണോ? ഇതാണ് ചോദ്യം. ഇതുമല്ല. കാരണം പിശാചിന് കൊടുക്കേണ്ടതില്ല
യേശുക്രിസ്തുവിന്റെ ശരീരം രക്തം. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന മോചനദ്രവ്യം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം. അതുകൊണ്ട് എന്റെ ജീവൻ, ഞാൻ ഒരു ജീവൻ നൽകുന്നതിനും അനേകർക്ക് മോചനദ്രവ്യമായി നൽകുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വിടുതൽ സംഭവിക്കുന്നതിന് വേണ്ടിയുള്ള പരിഹാരമായിട്ടാണ് കർത്താവ് തന്റെ ജീവൻ തരുന്നത്. പക്ഷെ പിശാചനല്ല അത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, ആർക്കാണ് കൊടുക്കുന്നത്? നിങ്ങളെ കൺഫ്യൂഷൻ ആയിട്ടും ആർക്കാ കൊടുക്കുന്നത്? ആർക്കാണ് യേശുവിന്റെ ശരീര രക്തം പരിഹാരമായി ബലിയായി കൊടുക്കുന്നത്? ഇവിടെയാണ് ബലി എന്ന കൺസെപ്റ്റിലെ പൗലോസ് ശ്ലീഹ പറയുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, 16 മുതലുള്ള തിരുവചനങ്ങളിലൂടെ പറയുകയാണ്. അത് ഇപ്രകാരമാണ്: നാം ആശീർവാദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. ഒരു അപ്പമേ ഉള്ളൂ, അതിൽ നാം ഭാഗഭാക്കുകളാണ്. അടുത്ത വരി ശ്രദ്ധിക്കണേ. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം. ശ്രദ്ധിക്കണേ, എന്താ പറയുന്നത്? ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം. അപ്പൊ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ബലിവസ്തു ഭക്ഷിക്കുന്നത് ബലിയർപ്പിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ കോൺസെപ്റ്റില് ബലിയർപ്പിക്കുന്നത് ഞാൻ എൻ്റെ മകനെ ബലിയർപ്പിച്ച് ദേവിക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ദേവന് കൊടുക്കുന്നു. ഞാനല്ല സ്വീകരിക്കുന്നത്, ദേവനെ കൊടുക്കുന്നു. എന്നാൽ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ബലിയിൽ പങ്കാളിത്തം കിട്ടണമെങ്കിൽ ഇസ്രായേൽക്കാർ ഇത് ഭക്ഷിക്കണം. പോയിന്റ് ശ്രദ്ധിക്കണേ, ഇസ്രായേൽക്കാർ ഇത് ഭക്ഷിക്കണം. അതായത് യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും ബലിയർപ്പിക്കപ്പെടുമ്പോൾ അത് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. ആ ബലിവസ്തു ഭക്ഷിക്കുന്നത് ആരാണ്? ഞാനും നിങ്ങളും. അല്ലാതെ ദൈവത്തിന് കൊടുത്ത് നമ്മൾ രക്ഷിക്കുകയോ പിശാചിനെ കൊടുത്തിട്ട് രക്ഷിക്കുകയല്ല. ആ ബലിവസ്തു ഭക്ഷിക്കുന്ന വ്യക്തി ഞാനും നിങ്ങളും. അതായത് 2000 കൊല്ലം മുമ്പ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ ബലിവസ്തുവാണെങ്കിൽ ആ കുരിശിലെ ബലിയിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളിത്തം കിട്ടണമെങ്കിൽ ആ ബലിവസ്തു നമ്മൾ ഭക്ഷിക്കണം. യേശുവിന്റെ ശരീരത്തെ നമുക്ക് കഴിക്കാൻ പറ്റും. എങ്ങനെ കഴിക്കും? അത് 2000 കൊല്ലത്തിന് ഇപ്പുറമുള്ള ഞാനും നിങ്ങൾ എങ്ങനെ കഴിക്കും? അത് കഴിച്ചാലല്ലേ എനിക്ക് പങ്കാളിത്തം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു, ഇതറിഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു വിശുദ്ധ കുർബാന തലേ ദിവസം സ്ഥാപിക്കുന്നത്. ഇതാണ് പ്രത്യേകത. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ആ ദിവസം തന്നെ സ്ഥാപിക്കുന്നത്. ശരിക്ക് അതായത് വൈകിട്ട് 6 മുതൽ പിറ്റേ ദിവസം വൈകിട്ട് 6 വരെയാണ് ഇസ്രായേൽക്കാരുടെ ഒരു ദിവസം. അപ്പൊ അവരുടെ ബലി പൂർത്തീകരിക്കണമെങ്കിൽ, ആ ബലിവസ്തു വിശുദ്ധ കുർബാന അല്ലെങ്കിൽ അവരുടെ ബലിയർപ്പണം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി മറുഭാഗത്തേക്ക് എത്തി പൂർത്തീകരിക്കുന്ന രീതിയാണ് നമുക്ക് അറിയായിരിക്കുന്നത്. അപ്പൊ അത് യേശുക്രിസ്തു അന്ത്യത്താഴ മേശയിൽ വെച്ച് അപ്പമെടുത്ത് വീഞ്ഞെടുത്ത് കൊടുത്ത് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് കുരിശിലാണ്. അപ്പോൾ ഈ ബലിവസ്തു, ഈ ശരീരവും ഈ രക്തവും ഭക്ഷിച്ചാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും പങ്കാളിത്തം കിട്ടുള്ളൂ. അത് കിട്ടുന്നതിന് വേണ്ടി കർത്താവ് സ്ഥാപിച്ചതാണ് വിശുദ്ധ കുർബാന തലേ ദിവസം. അപ്പൊ ഇന്നുള്ള എനിക്കും നിങ്ങൾക്കും 2000 വർഷം മുമ്പുള്ള യേശുവിന്റെ കുരിശുമരണത്തിലെ ബലിയിൽ പങ്കാളിത്തം കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാനയിലെ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കാതെ ഒരുവനും കുരിശിലെ ബലിയിൽ പങ്കാളിത്തം കിട്ടില്ല. ഇവിടെ വളരെ വ്യക്തമായി പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ് 3 ബലിയർപ്പണത്തിന് വെക്കുക. 3 ബലിയർപ്പണം. തുടർന്നുള്ള വായനകൾ വായിച്ചറിയാം. 20-ാമത്തെ വാക്യം വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്ന് പറയുകയാണ്.
എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രത്തിൽ കൂടി നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗമാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ 3 ബലിയർപ്പണം എടുത്തുണ്ടാവും. ഒന്നാമത്തെ ബലിയർപ്പണം യഹൂദന്റെ ബലിയർപ്പണം, രണ്ടാമത്തെ ബലിയർപ്പണം വിജാതിയുടെ ബലിയർപ്പണം, മൂന്നാമത്തെ ബലിയർപ്പണം കർത്താവിന്റെ മേശ. 3 ബലിയർപ്പണത്തേക്ക. എന്നിട്ട് ഈ 3 ബലിയർപ്പണത്തിലുള്ള കോമൺ കാര്യം എന്താണ്? ബലിവസ്തു ഭക്ഷിക്കൽ. എന്താ ബലിവസ്തു ഭക്ഷിക്കൽ? ഇതാ ഇവിടെ യഹൂദന്മാരെ നോക്കൂ, അവർ ഇസ്രായേൽക്കാരെ നോക്കൂ, അവർ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു. വിജാതിയരും ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കർത്താവിന്റെ മേശ അർപ്പിക്കുമ്പോൾ ഇതേ ബലിവസ്തുവാണ് ഭക്ഷിക്കുന്നതെന്ന് വ്യക്തമായി പറയുകയാണ്. ഇത് ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാരണം, പലപ്പോഴും പെന്തക്കോസ്തക്കാർ പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുർബാന ബലിയല്ല എന്ന കാര്യം. കർത്താവിന്റെ മേശ ബലിയർപ്പണമല്ല എന്നാണ് അവർ പറയുന്നത്. കർത്താവിന്റെ മേശ, അതായത് വിശുദ്ധ കുർബാന ബലിയർപ്പണമാണ് എന്ന് വളരെ വ്യക്തമായി പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ് 1 കൊരിന്ത്യർ 10-17 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അടിവരായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഞാൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ പറയാം. ഇത് പെന്തക്കോസ്തക്കാര് അവര് കർത്താവിന്റെ മേശ എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിക്കും. അവരത് വെറും ഓർമ്മയാചരണമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ബലിയർപ്പണമല്ല എന്ന് പറയുക. ഒരു ഹെബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിൽ ഇതാ നോക്കൂ, 10-ാം അധ്യായത്തിൽ ഇതാ നോക്കൂ, ഒരേ ഒരു ബലിയേ ഉള്ളൂ, അത് യേശുക്രിസ്തു എന്നേക്കും അർപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾ വീണ്ടും വീണ്ടും ബലിയർപ്പിച്ചുകൊണ്ട് ആവർത്തിച്ചാവുന്ന ബലിയുടെ കാര്യമില്ല എന്നൊക്കെ പറയുക. എന്നാൽ അങ്ങനെയില്ല. നാം അർപ്പിക്കുന്ന ബലി ഒരേ ഒരു ബലിയേ ഉള്ളൂ. ആ ബലി 2000 വർഷം മുമ്പ് യേശുക്രിസ്തു കുരിശിൽ അർപ്പിച്ച ബലിയാണ്. ആ ബലിയിലേക്ക് നാം ഓരോരുത്തരും ചെല്ലുന്നതാണ് വിശുദ്ധ കുർബാന. അതായത് ടൈം ട്രാവലിംഗ് ആണ്. 2000 കൊല്ലം മുമ്പുള്ള ബലിയർപ്പണത്തിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ഇതാണ് വിശുദ്ധ കുർബാന. അല്ലാതെ ഓരോ വിശുദ്ധ കുർബാനയിലും യേശുക്രിസ്തു വീണ്ടും വന്ന് മരിക്കുകയല്ല, വീണ്ടും യേശുക്രിസ്തു പുതിയൊരു ബലിയർപ്പണം നടത്തുകയല്ല, മറിച്ച് ആ ബലിയിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് സെൻട്രൽ പോയിന്റ്, കാൽവരി കുരിശ്. അപ്പോൾ കാൽവരി കുരിശിലെ മലയിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇതാണ് ഒരേ ഒരു ബലിയേ ഉള്ളൂ. 2000 വർഷം മുമ്പ് യേശുക്രിസ്തു കുരിശിൽ മരിച്ച അതേ ബലി, ആ ബലിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ഇതാണ് പരിഹാരം എന്ന് പറയുന്നത്. ബലിയർപ്പണം എന്ന പോയിന്റിലെ വിശുദ്ധ കുർബാനയെ കാണും. ഇനി അടുത്തതാണ് പ്രായശ്ചിത്തം. എന്താണ് പ്രായശ്ചിത്തം? ഇരയ്ക്കും വേട്ടക്കാരനും ഒരുപോലെ നാം കണ്ടുമുട്ടാവുന്ന സ്ഥലമാണ് കുരിശ്. എന്താ ഇപ്പൊ അതിനർത്ഥം? ഇരയ്ക്കും വേട്ടക്കാരനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഏതൊരു ഭാവ പറയേണ്ടത്, കൊലപാതകം നടത്തി, അല്ലെങ്കിൽ മോഷ്ടിച്ചു, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു. അപ്പൊ 2 ആളുകൾ അവിടെ ഉണ്ട്. ഒരു ഇരയുണ്ട്, ഒരു വേട്ടക്കാരനുണ്ട്. തെറ്റ് ചെയ്ത വ്യക്തിയുണ്ട്, പീഡനം അനുഭവിച്ച വ്യക്തിയുണ്ട്. അപ്പൊ 2 പേർക്കും നീതി നടപ്പിലാവും. 2 പേർക്കും വേണ്ടേ? ഇര അല്ലെങ്കിൽ ഈ സഹനം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി യേശുവിന്റെ കുരിശിലേക്ക് നോക്കിയിട്ട് എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ, ഞാൻ വലിയൊരു സഹനം സഹിച്ചുവല്ലോ, ഇതാ ഇങ്ങനൊരു പീഡനം ഞാൻ അനുഭവിച്ചല്ലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു വലിയൊരു സഹനത്തിലൂടെ ഞാൻ കടന്നുപോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോൾ, യേശുവിന്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ കർത്താവ് അവനൊരു ആശ്വാസമാണ്. ഞാൻ നോക്കൂ മകനെ, മകളെ, ഞാനും ഇതാ വേദനിക്കുന്നു, ഈ ബലിയിൽ നോക്കൂ, നിന്റെ വേദനകൾ എന്റെ ബലിയോട് ചേർത്ത് വെക്കൂ. എനിക്കറിയാത്തൊരു വേദനയല്ല അത്. നിന്റെ വേദനകളെ എനിക്കറിയാം. നിന്റെ വേദനകൾ എന്നോട് ചേർത്ത് വെക്കൂ, എന്നിട്ട് സ്വീകരിക്കൂ എന്ന് പറയുകയാണ്. ഇതാണ് നമ്മൾ ആന്തരിക സൗഖ്യ ധ്യാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ആന്തരിക സൗഖ്യം, ഇരയ്ക്ക് അവിടെ ഒരു ആശ്വാസം കിട്ടുകയാണ്. അതേസമയം തന്നെ ഇതേ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് വേട്ടക്കാരനും അനുദപിക്കാൻ അവസരം കിട്ടുകയാണ്.
കർത്താവെ, ഞാനൊരു തെറ്റ് ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ, മകനെ തന്നെ നോക്കൂ, നിനക്ക് പകരം ഞാൻ ആ ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ഇതാ വിടുതൽ നൽകിയിരിക്കുന്നു, സ്വതന്ത്രനാക്കിയിരിക്കുന്നു. മേലിൽ പാപം ചെയ്യരുത്, നീ എന്നോടുകൂടെ രമ്യപ്പെടുക എന്ന് പറഞ്ഞ് വേട്ടക്കാരനും ഒരുപോലെ പ്രായശ്ചിത്തം ലഭിക്കുക. ഇതെവിടെ സംഭവിക്കും? കുരിശിൽ സംഭവിക്കും. അതാണ് ക്രിസ്തു കുരിശിൽ മരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കുരിശിൽ ഇത് രണ്ടും സംഭവിച്ചു. അടുത്തതാണ് വിശുദ്ധ കുർബാനയുടെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് 1 വീണ്ടെടുപ്പ്, 2 പരിഹാരം, 3 പ്രായശ്ചിത്തം, 4 കടം തീർക്കൽ, സാറ്റിസ്ഫാക്ഷൻ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. പകരമരണമല്ലെന്ന് നമ്മൾ പറഞ്ഞു, പിശാചിനും ബലിയർപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വിശുദ്ധ കുർബാന സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ തിയറി എന്നാണ് പറയുക. ഞാൻ ഉദാഹരണം പറയാം. ഗവൺമെന്റ് കർഷകരുടെ ലോണൊക്കെ ഇളവ് ചെയ്യാൻ തീരുമാനിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് താഴെ ലോൺ എടുത്തിട്ടുള്ള എല്ലാ കർഷകരുടെയും ലോണുകൾ ഇളവ് ചെയ്യുവാൻ ഗവൺമെന്റ് ബാങ്കിനോട് കൽപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി, ലോൺ എടുത്തവർക്ക് സന്തോഷമായി. 1 ലക്ഷം രൂപ വരെയുള്ള ലോണ് എല്ലാം അടയ്ക്കണ്ട എന്ന് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ വസ്തുത റെഡിയായി. അപ്പൊ അറിയാത്തവരോട് നമ്മൾ പറയണം. പറഞ്ഞു, എല്ലാവരും ചെന്നത് ബാങ്കിൽ പോയി ക്ലോസ് ചെയ്തു. ഇവിടെ എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ബാങ്കുകാർ ലോൺ കൊടുത്തു, ആളുകളുടെ ലോണൊക്കെ വീടി, പക്ഷെ ബാങ്കിന് വലിയ നഷ്ടം വന്നിരിക്കുന്നു. ഈ പൈസ ആര് കൊടുക്കും? അപ്പൊ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, ഞാൻ ഈ പൈസ തരാം എന്ന് പറഞ്ഞാൽ അവിടെ കടം വീടി. അല്ല, ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, ഞാൻ പൈസ തരാൻ പോകുന്നില്ല, ബാങ്ക് മര്യാദയ്ക്കുള്ള അതൊക്കെ ഇളവ് ചെയ്തോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ചെയ്യുന്നത് ഗുണ്ടയുടെ പണിയാണ്. ഒരാൾക്ക് ലോൺ കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കണ്ടെന്ന് ഒരു ഗുണ്ട കഴുത്തിന് പിടിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ആ കടം വീട്ടണം. മനുഷ്യൻ ഇതുപോലെ പാപം ചെയ്യുമ്പോൾ ഒരു കടം കിടക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊരു ഉദാഹരണം പറയാം, ഒരു സംഭവം പറയാം. അതായത്, ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാണെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? ദൈവം നീതിമാനാണെങ്കിൽ എന്ത് ചെയ്യണം? നീതി നടപ്പിലാക്കണം. എന്താണ് നീതി? നീതിമാനായ വ്യക്തിക്ക് സ്വർഗം കൊടുക്കണം, പരിശുദ്ധനായ വ്യക്തിക്ക് സ്വർഗം കൊടുക്കണം. പാപിയായ വ്യക്തിക്ക് പാപത്തിന്റെ ശിക്ഷയായ മരണം കൊടുക്കണം, അല്ലെങ്കിൽ നരകം കൊടുക്കണം. ഇതാണ് നീതി. ഇതിനപ്പുറം നീതിയില്ലല്ലോ. ഇതാണ് നീതി. മനുഷ്യന്റെ അടുത്ത് നീതി നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാനായ വ്യക്തിക്ക് സ്വർഗം, പാപിക്ക് കൊടുക്കേണ്ടത് മരണം അല്ലെങ്കിൽ നാശം, നരകം. ഇങ്ങനെ ചെയ്യണം. പാപത്തിന്റെ ശമ്പളം മരണം. അപ്പൊ ദൈവം നീതിമാൻ മാത്രമല്ല, കാരുണ്യവാനുമാണ്. കാരുണ്യവാൻ എന്ന് പറഞ്ഞ അർത്ഥം, ദൈവം നീതിമാനായിരിക്കുന്ന പോലെ തന്നെ കാരുണ്യവാനാണ് ഓരോ മനുഷ്യരോടും. നിങ്ങൾ സ്വർഗത്തേക്ക് വരൂ, എല്ലാവരും പാപം ചെയ്ത് കുഴപ്പമില്ല, ക്ഷമിച്ചിരിക്കുന്നു, സ്വർഗത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് കരുണ കാണിച്ചിരിക്കുന്നു. ദൈവം കാരുണ്യവാനാണ്, ദൈവം നീതിമാനാണ്, ദൈവം കാരുണ്യവാനാണ്. ഒരേ സമയം ദൈവത്തിന് നീതിമാനും കാരുണ്യവാനും ആകുവാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. ഒരേ സമയം ദൈവത്തിന് നീതിമാനും കാരുണ്യവാനും ആകുവാൻ കഴിയുമോ? നീതിമാനാണെങ്കിൽ പാപിക്ക് ശമ്പളം മരണം, നീതിമാന് സ്വർഗം. ഒരുവൻ പോലും നീതിമാനായിട്ടില്ല, അപ്പൊ ആർക്കും സ്വർഗം കിട്ടില്ല. കാരുണ്യവാനാണെങ്കിൽ എല്ലാവരും സ്വർഗത്തിൽ പോകണം, ഒരാൾ നരകത്തിൽ പോകാൻ പാടില്ല. ഇവിടെ ചോദ്യം ഇതാണ്, ദൈവം നീതിമാനാണോ കാരുണ്യവാനാണോ? അപ്പൊ ദൈവം സംബന്ധിച്ചിടത്തോളം രണ്ടും സമന്വയിപ്പിക്കണം, നീതിയെയും കരുണയെയും സമന്വയിപ്പിക്കണം. ഇത് കുരിശിൽ കർത്താവ് ചെയ്തു. എങ്ങനെ? നീതിമാനും പരിശുദ്ധനുമായവന് സ്വർഗം, പാപത്തിന് ശമ്പളം മരണം. ചോദ്യം ഇതാണ്, നീതിമാനും പരിശുദ്ധനുമായ യേശു ക്രിസ്തു
പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുത്തതിനാൽ പാപികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കരുണ ലഭിച്ച് സ്വർഗത്തിലേക്ക് പോകാം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതാ നോക്കൂ, നീ പാപിയല്ലേ, അപ്പൊ നീ സ്വർഗത്തേക്ക് എന്തുകൊണ്ട് വന്നു? നീ മരിക്കുകയാണ് വേണ്ടത്. പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ പറയാ, യേശു ക്രിസ്തുവിനെ നോക്കൂ, അവിടുന്ന് പരിശുദ്ധനാണ്. പരിശുദ്ധനായ യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചത്? ആ മരണത്തിൽ നീതീകരണമുണ്ടോ? അതിനാൽ ഞാൻ സ്വർഗത്തേക്ക് വരുന്നതിനും നീതീകരണത്തിന്റെ ആവശ്യമില്ല. ഇതാണ് സാറ്റിസ്ഫാക്ഷൻ, കടം തീർക്കൽ. അതായത് പരിശുദ്ധനായ ക്രിസ്തു മരണം ഏറ്റെടുത്തതിനാൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ അവകാശമുണ്ട്. പറയുക, ആ നീതിയുടെ നിയമം ക്യാൻസൽ. നീതിമാന് സ്വർഗം, പാപിക്ക് മരണം എന്നുള്ള നിയമമാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാപിക്ക് സ്വർഗത്തേക്ക് പോകാം, കാരണം നീതിമാൻ മരിച്ചു. നീതിമാൻ മരിച്ചതിനാൽ പാപിക്ക് സ്വർഗത്തേക്ക് പോകാം എന്ന് പറയുക. നമുക്ക് യേശു ക്രിസ്തുവിന്റെ കുരിശു മരണം സ്വർഗത്തിൽ നിവർന്നു നിൽക്കുവാൻ നമുക്ക് ശക്തി തരികയാണ്. എന്നോട് സംഭവിച്ചിരിക്കുന്നത് ഇതിനെ പൗലോസ്ലീഹ പറയുന്ന ഭാഷ നീതീകരണമെന്ന്. പൗലോസ്ലീഹ ഈ ബലിയർപ്പണം എന്ന് പറയുന്ന അപ്പസ്തോലന്മാരുടെ ഭാഷ എടുത്ത് പറയുന്നില്ല. കാരണം അപ്പസ്തോലന്മാർ സുവിശേഷം പറയുന്നത് യഹൂദന്മാരോട്. അതുകൊണ്ട് യഹൂദന്മാരോട് സുവിശേഷം പറയുമ്പോൾ മുഴുവൻ എന്താണ് ഇപ്രകാരം പറയും. അതായത് ബലിയർപ്പണമാണ്, മോശയുടെ ബലിയർപ്പണത്തിന്റെ പൂർത്തീകരണമാണെന്നൊക്കെ പറയും. ഈ ഗ്രീക്കുകാരുടെ അടുത്ത് മോശയുടെ ബലിയർപ്പണം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വിജാതിയുടെ അടുത്ത് പോയിട്ട് ഈ മോശ ബലിയർപ്പിച്ച കാര്യം പറഞ്ഞിട്ട് ഇതാ ബലിയർപ്പണമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കുള്ളൂ. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലാവുന്ന ഭാഷ നീതീകരണമാണിത്. യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിൽ നീതീകരണം സംഭവിച്ചിരിക്കുന്നു. റോമർ 3:13 നീതീകരണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. യേശുവിന്റെ കുരിശു മരണം നമ്മെ നീതീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നീതീകരണത്തിന്റെ വഴി പറഞ്ഞു തരികയാണ്. റോമർ 3:25 21 മുതൽ തീർച്ചയാണ്. 3:13 അല്ല, 21 മുതൽ തീർച്ചയാണ്. നീതീകരണം വിശ്വാസത്തിലൂടെ എന്ന് പറയുന്ന സംഭവമാണ്. ദൈവനീതി എന്താണെന്ന് പറയുകയാണ്. അവിടെ അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. ഇങ്ങനെ നീതീകരിക്കുന്നു എന്നുള്ള കാര്യം പൗലോസ്ലീഹ പറഞ്ഞു തരികയാണ്. എന്നോട് സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ നീതീകരണം സംഭവിക്കും. അപ്പോൾ ഇതാണ് സാറ്റിസ്ഫാക്ഷൻ തിയറി എന്ന് പറയുന്ന സംഭവം. അപ്പൊ നമ്മളിവിടെ സാറ്റിസ്ഫാക്ഷൻ തിയറിയാണ്. സ്വർഗവും ഭൂമിയും ഇപ്പോൾ ഒരേ തട്ടിലായി. സ്വർഗത്തിനൊപ്പം നിൽക്കുവാൻ കഴിവുള്ള യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യ വ്യക്തി ഇവിടെ ഉണ്ട്. അതിന് ബലിയർപ്പണം യേശു ക്രിസ്തുവിന്റെ ബലിയർപ്പണമായി എവിടെ എത്തുന്നു? സ്വർഗത്തിലേക്ക് എത്തുന്നു. അതിനാൽ ഈക്വലൈസ് ചെയ്തിരിക്കുന്നു. അതിനാൽ ഇതിനെയാണ് പറയുന്നത് നിരപ്പാക്കുക. നമ്മുടെ ബൈബിളിൽ POC ബൈബിളിൽ അതിനെ ഉപയോഗിക്കുന്ന പദം അനുരഞ്ജിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ശരിയായ തർജ്ജമ എന്ന് പറയുന്നത് നിരപ്പാക്കുക എന്നാണ്. സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പാക്കുക. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ മധ്യസ്ഥനെയുള്ളൂ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന കാര്യമാണ്. ഈ ഒരു നിരപ്പാക്കൽ പ്രക്രിയ ചെയ്തത് യേശു ക്രിസ്തു കുരിശിലാണ്. ഇതോടെ സ്വർഗവും ഭൂമി ഒരേ തട്ടിലായി, ഒരേ നിരപ്പിലായി മാറിയിരിക്കും. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഭൂമിയിൽ പാപം പെരുകി കൂടി കൂടി വരികയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തു തരം പറയും? അതേ, ഭൂമി ദുഷിച്ചു, ഭൂമി നശിക്കാൻ പോകുന്നു പറയും. യഥാർത്ഥത്തിൽ സ്വർഗത്തോളം പരിശുദ്ധമായ ഒരു സ്ഥലമാണ് ഭൂമി. ഇപ്പോൾ അങ്ങനെയാണ്. ഭൂമിയിൽ പാപമില്ലേ? ഭൂമിയിൽ പാപത്തിന് തുല്യമായ പരിഹാരമായ സഹനമുണ്ട്. ആ സഹനം ഉള്ളത് കൊണ്ട് സ്വർഗത്തിന് തുല്യമാണ് ഭൂമി. ഏത് സഹനം? ആ സഹനം അതിന്റെ പൂർണ്ണതയിൽ യേശുവിന്റെ കുരിശിലുണ്ട്. കുരിശു മരണത്തിന്റെ സഹനമാണ് സഹനം. അതിനെ വെച്ച് നോക്കുമ്പോൾ ഭൂമിയിലെ പാപം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശു മരണമേ എവറസ്റ്റ് ആണെങ്കിൽ ഭൂമിയിലെ പാപം എന്ന് പറയുന്നത് മണൽത്തരി പോലെ ചെറുതാണ്. അതിനാൽ സ്വർഗവും ഭൂമിയും നിരപ്പായിരിക്കുന്നു. എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം?
കുരിശുമരണത്തിൽ ലഭിക്കുന്ന ഈക്വലൈസേഷൻ, കടം തീർക്കൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ തിയറി എന്ന് പറയുന്ന സംഭവം, അതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധ കുർബാന വേണം. ഇപ്പൊ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയില് 3 സമയത്ത് വിശുദ്ധ കുർബാന അപ്പം എടുത്ത് ഉയർത്തുന്നുണ്ട്. ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത് അപ്പം വീഞ്ഞും വൈദികൻ ഒരുക്കി കൊണ്ടുവരുന്നിട്ട് ഇരു കൈകളിലും കുരിശാകൃതിയിൽ മുകളിലോട്ട് ഉയർത്തിപ്പിടിക്കുന്നു. ഇതാണ് കുരിശു മരണം അല്ലെങ്കിൽ ബലിയർപ്പണമാണ്. വിശുദ്ധ കുർബാന ബലിയർപ്പണമാണ്. ആണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി കുടിക്കുവിൻ എന്ന് പറയുക. ഇതാണ് വിശുദ്ധ കുർബാനയുടെ വിരുന്നാണ് എന്നുള്ള ഭാഗം. ഈ മൂന്നാമത്തേതാണ് വിശുദ്ധ കുർബാന ആരാധനയാണ്. നമ്മൾ മുട്ടുമേൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ച് വിഭജിക്കുമ്പോൾ വിശുദ്ധ കുർബാന ആരാധനയാണ്. 3 ഭാഗം. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിശുദ്ധ കുർബാനയിൽ അനുദിനം അർപ്പിക്കണമോ? ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും, അപ്പസ്തോലന്മാർ അനുദിനം അപ്പം മുറുകെ ശുശ്രൂഷ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയിൽ പങ്കുചേർന്നു. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനുദിനം അപ്പസ്തോലന്മാർ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിലാണുള്ളത്. ഞാൻ വായിച്ചുതരാം. സോറി, 2-ാം അധ്യായത്തിലാണ് 46-ാം വാക്യം. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്തോറും ആഹ്ലാദത്തോടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അപ്പോൾ അനുദിനമാണ് വിശുദ്ധ കുർബാന അപ്പസ്തോലന്മാര് ആദിമസഭയില് അർപ്പിച്ചിരുന്നത്. പിന്നീട് അത് ആഴ്ചയിലൊരിക്കലും ഒക്കെ ആയിട്ടുണ്ട്. മിനിമം ആണ്ടിലൊരിക്കലെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കണം. പക്ഷെ അനുദിനമാണ് വിശുദ്ധ കുർബാന നൽകിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ കാണാൻ സാധിക്കുകയാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പല ബന്ധവസ്ഥാരും കുർബാന കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ കർത്തൃമേശ എന്ന് പറഞ്ഞ കൊല്ലത്തിലൊരിക്കൽ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതൊന്നും കഴിഞ്ഞ് നിർത്താം തൽക്കാലത്തേക്ക്. പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അതായത് ഈ അപ്പത്തിൽ എങ്ങനെയാണ് യേശുക്രിസ്തു വസിക്കുന്നു എന്നൊരു ചോദ്യമാണ്. അപ്പൊ ആദിമസഭ തന്നെ വളരെ വ്യക്തമായി ഇപ്പൊ നമ്മൾ കണ്ടു, 1 കൊറിന്തോസ് 11-ാം അധ്യായം 27 മുതൽ തിരുവചനങ്ങളിലെ അപ്പത്തിനും വീഞ്ഞിനും എതിരെ തെറ്റ് ചെയ്താൽ അത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്തെന്ന് പറയും. ഞാൻ ബലിയർപ്പണമായതൊരു കാര്യം മറന്നു. നരബലി മൃഗബലിയാക്കി, മൃഗബലിയെ ദാന്യബലിയാക്കി യേശുക്രിസ്തു. ദാന്യബലിയാക്കി, ചോര ചിന്താത്ത ബലിയർപ്പണം, ദാന്യബലി. അതാണ് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ബലിയർപ്പണം, അപ്പം വീഞ്ഞും. അപ്പോൾ അപ്പത്തിനും വീഞ്ഞിനും എതിരെ തെറ്റ് ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെയാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ അപ്പം ഈ വീഞ്ഞും യേശുക്രിസ്തു തന്നെയാകുന്നു എന്നുള്ള വസ്തുത വളരെ വ്യക്തമായി ആദിമസഭയ്ക്ക് അറിയാമായിരുന്നു. ആദിമസഭയ്ക്ക് അറിയാമായിരുന്നു. അപ്പൊ പിന്നീട് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലെ ഇരണോസിന്റെ പ്രബോധനമായാലും ശരി, മറ്റ് അത്തനേഷ്യസ് പിതാവിന്റെ പ്രബോധനമായാലും ശരി, ഇതിലെല്ലാം അവർക്ക് യേശുക്രിസ്തു അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും യേശുക്രിസ്തു അല്ല എന്ന, അല്ലെങ്കിൽ വെറുമൊരു ശരീരരക്തം എന്ന് പറയുന്നത് യേശുക്രിസ്തു അല്ല എന്ന കൺസെപ്റ്റേ ഇല്ല. അവർക്ക് വളരെ വ്യക്തമായിരുന്നു യേശുക്രിസ്തുവിന്റെ ശരീരരക്തമാണെന്നുള്ള വസ്തുത. ഇനി ഐറോണിയസ് പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 യോഹന്നാൻ സ്ലീഹായുടെ ശിഷ്യനാണ്, ഇരണേവൂസ്. അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിശുദ്ധ കുർബാന എന്തിനാ അർപ്പിക്കുന്നത്? ആരാധിക്കാനല്ല, ഭക്ഷിക്കാനാണ്. അപ്പൊ അതിനാൽ ഭക്ഷിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം. ഉടനെ കൊടുക്കണം, ഉടനെ ഭക്ഷിക്കണം, അതാണ് കണ്ടീഷൻ. പക്ഷെ രോഗികൾക്ക് വേണ്ടി ഈ അപ്പം എടുത്തു സൂക്ഷിക്കും. അതാണ് ഇന്നത്തെ സക്രാരികളായി രൂപാന്തരപ്പെട്ടത്. അതായത് രോഗികൾക്ക് വേണ്ടി ഈ അപ്പം എടുത്തു സൂക്ഷിക്കുന്ന സ്ഥലമാണ് സക്രാരി. ഇങ്ങനെയുള്ള സക്രാരിയുടെ മുമ്പിൽ ഐറോണിയസ് പിതാവ് വളരെയധികം, അതായത് 2-ാം നൂറ്റാണ്ടിൽ പറയണം, 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലാണ് പറയുന്നത്. ഐറോണിയസ് പിതാവ് ഈ സക്രാരി അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
ഇതാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ ആദ്യത്തെ സഭയിലത്തെ വേർഷൻ. അപ്പോൾ യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചപ്പോൾ അവിടെ മൂന്ന് മണിക്കൂർ 12 മണി മുതൽ 3 മണി വരെ യേശുക്രിസ്തു കുരിശിൽ കിടക്കുകയാണ്. ഇങ്ങനെ കുരിശിൽ കിടക്കുമ്പോൾ ജനം മുഴുവൻ അവിടുത്തെ പരിഹസിച്ചു, നിന്ദിച്ചു. എന്നാൽ മാതാവും യോഹന്നാനും എല്ലാം അവിടുത്തെ ആരാധിച്ചു, മുമ്പിൽ നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരാധനയാണെന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ദിവ്യകാരുണ്യ ആരാധനയൊന്നും ആദ്യകാലങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതിന്റെ ചരിത്രം ഇങ്ങനെയായിരുന്നു. ആഗ്നസ് പിതാവ് ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. പിന്നീട് വിവാദ വിഷയം ഉണ്ടാകുന്നത് ഈ മാർട്ടിൻ ലൂതറിന്റെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം. അവിടെ പറയുകയാണ്, വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ട്, പക്ഷെ അത് ബ്രെഡിന്റെയും വൈനിന്റെയും സത്തയോടൊപ്പം ആണ് വിശുദ്ധ കുർബാനയും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും ഉണ്ട് എന്നാണ് മാർട്ടിൻ ലൂതർ, പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ നേതാവ് മാർട്ടിൻ ലൂതർ പ്രസംഗിക്കുന്നത്. അതിനെ പറയുന്ന വാക്ക് ഇതാണ്, കോ സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവും ഉണ്ട്, അപ്പവും ഉണ്ട്, വീഞ്ഞും ഉണ്ട്, മൂന്നും അതിൽ ഉണ്ട് എന്ന് പറയുന്ന കാര്യം. സത്ത എന്ന് പറഞ്ഞാൽ അത് ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ, പക്ഷെ രണ്ടെണ്ണം ഉണ്ട്, രണ്ടല്ല മൂന്നുണ്ട്. അങ്ങനെയാണ് ആര് പറയുന്നത്? മാർട്ടിൻ ലൂതർ പറയുന്നത്. അപ്പൊ ഇത് സഭ പഠിക്കാൻ ആഗ്രഹിച്ചു. ട്രെൻഡ് കൗൺസിൽ വളരെ വ്യക്തമായി പറഞ്ഞു, സത്ത ഭേദം സംഭവിക്കുന്നു. അതായത് ബ്രെഡിന്റെ സത്ത ഇല്ല, വൈനിന്റെ സത്ത ഇല്ല, പകരം യേശുക്രിസ്തു മാത്രമാണത്, യേശുക്രിസ്തു കടന്നു വരുന്നു എന്നതാണ് സഭയുടെ പ്രബോധനം. അങ്ങനെ പറയുന്ന വാക്കാണ്, സത്യമായും യഥാർത്ഥമായും സത്താപരമായും യേശുക്രിസ്തു മുഴുവൻ തന്നെയാകുന്നു. ഇതാണ് ആ വാക്യം. സത്യമായും യഥാർത്ഥമായും സത്താപരമായും യേശുക്രിസ്തു മുഴുവൻ തന്നെയാണ്. അപ്പൊ പലരും പറയാറുണ്ട്, മരിച്ചുപോയ വ്യക്തിയുടെ ശരീരത്തിലെ കഷ്ണമാണ് തിന്നുന്ന നരഭോജികനാണോ മനുഷ്യൻ? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നരഭോജികളല്ല. നമ്മൾ ഭക്ഷിക്കുന്നത് ഉത്തിതനായ ജീവനുള്ള ക്രിസ്തുവിനെയാണ്. ആ ശരീരത്തിൽ സന്നിഹിതനാവുന്നത് ഉത്തിതനായ ജീവനുള്ള ക്രിസ്തു തന്നെയാണ്. പലരും പറയാറുണ്ട്, നമ്മൾ സ്വീകരിക്കുന്ന അപ്പം എന്ന് പറയുന്നത് യേശുവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്. അങ്ങനെയല്ല, ഉത്തിതനായ ക്രിസ്തുവിന്റെ പൂർണ്ണമായ ഓരപ്പവും, വിഭജിക്കപ്പെട്ട ഓരപ്പവും മനസ്സിലാക്കണം. ഒരു അപ്പത്തിന്റെ പൊടി താഴെ വീണ് കഴിഞ്ഞാൽ ആ അപ്പത്തിന്റെ പൊടി സത്യമായും യഥാർത്ഥപരമായും സത്താപരമായും യേശുക്രിസ്തു മുഴുവൻ തന്നെയാണ്. സോറി, കൊണ്ടത് കാര്യം. ബ്രദറെ, നമുക്ക് വേണമെങ്കിൽ പതുക്കെ നിർത്താൻ നോക്കാട്ടാ. അതിനുള്ള സിംറ്റമാണ് തരുന്നതെന്ന് തോന്നണം. കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നണം. ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ റെസ്റ്റ് ആവശ്യമാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് ആക്കാം. ജിൻഡോ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. അത് എനിക്കും അതാണ് അഭിപ്രായം കേട്ടോ. അത് ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ. കാരണം ഇപ്പോഴത്തെ പനി, കേരളത്തില് ഇപ്പോഴത്തെ പനി ഇച്ചിരി സീരിയസ് ആയ പ്രശ്നമാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത ആഴ്ച തുടരാം. റെസ്റ്റ് എടുക്കുക. എന്റെ അനിയന് ഡെങ്കിപ്പനിയാണ്. അല്ല, റെസ്റ്റ് എടുക്കണം കമ്പൽസറി ആയിട്ട്. എനിക്ക് 63 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, കമ്പൽസറി ആയിട്ട് ഞാൻ പറയാണ്, റെസ്റ്റ് എടുക്കുക, നിർത്തുക. 1 മണിക്കൂറായിട്ടോ. അതുകൊണ്ട് സാരമില്ല, അത് നിർത്തിക്കോളൂ, റെസ്റ്റ് എടുക്കുക. ഞാൻ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞു നിർത്താം. ചെറിയൊരു ഭാഗം കൂടി പറഞ്ഞു നിർത്താന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന്
നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇത് കാണുമ്പോ ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കേൾക്കുന്നതിന്, പക്ഷേ ബ്രദറിനെ കൂടി ഓർത്തിട്ടാണ്. അപ്പൊ ഇതൊന്നും പറഞ്ഞു നിർത്താം. CCC 1392 ഇത് പറയുന്നത്, ഉത്തിതനായ ക്രിസ്തുവിന്റെ ശരീരവുമായുള്ള സംസർഗം. ഭൗതികമായ ഭക്ഷണം നമ്മുടെ ശരീരരീതി പുറപ്പെടുവിക്കുന്നത് എന്തോ അത് കുർബാന സ്വീകരണം പോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വിസ്മയമായ വിധം ഉളവാക്കുന്നു. ഉത്തിതനായ ക്രിസ്തുവിന്റെ ശരീരവുമായുള്ള സംസർഗം, അതായത് പരിശുദ്ധാത്മാവിടെ ജീവൻ നൽകപ്പെട്ടതും ജീവൻ നൽകുന്നതുമായ ശരീരവുമായ സംസർഗം വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അതുപോലെ CCC 1413 അതാണ് സത്യമായും യഥാർത്ഥമായും 1413 കുഞ്ഞ് കെട്ടിങ്, അത് സംഗ്രഹത്തിലാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട്, പ്രകാശകർമ്മത്തിൽ അപ്പം വീഞ്ഞു ശരീരത്തുമായി മാറുന്നു, സത്താപനം സംഭവിക്കുന്നു. അതിൽ നോക്കൂ, സത്യമായും യഥാർത്ഥമായും സത്താപരമായും സന്നിഹിതനായിരിക്കുന്നു. അവിടുത്തെ ശരീരത്തും അവിടുത്തെ ആത്മാവോടും ദൈവികതയോടും കൂടി സന്നിഹിതമാണ് ഇതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് മറ്റൊരു തിയറി ഉണ്ട്, കോൺസബ്സ്റ്റാൻഷിയേഷൻ. ഞാൻ പറഞ്ഞു മാർട്ടിൻ ലൂതർ പറഞ്ഞത്. അപ്പോൾ ഇതൊരു പറഞ്ഞു നിർത്താം. മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ഏരിയയിലെ വേറൊരു വ്യക്തിയാണ് കാൽവിൻ, ജോൺ കാൽവിൻ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, സ്പിരിച്വൽ പ്രസൻസ് ആണ് യേശു ക്രിസ്തുവിന്റെ ഉള്ളത്, അല്ലാതെ ശരീരവും രക്തവും യേശു ക്രിസ്തു വരില്ലൊന്നുമില്ല. അതിലൊരു സ്പിരിറ്റ്, യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, ഒരു സ്പിരിച്വൽ ആത്മീയത, അത്രയേ ഉള്ളൂ ഇതിൽ എന്ന് പറഞ്ഞു. അതാണ് കാൽവിനിസം. അടുത്ത വ്യക്തിയാണ്, മൂന്നാമത്തെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ മൂന്നാമത്തെ വ്യക്തിയാണ് സിംഗ്ലി. സിംഗ്ലി പറഞ്ഞു, അതിൽ സ്പിരിച്വൽ പ്രസൻസും വരുന്നില്ല, അതിൽ യേശു ക്രിസ്തുവും വരുന്നില്ല, പകരം ഇത് ഓർമ്മയ്ക്ക് ആചരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഓർമ്മയ്ക്ക് ആചരിച്ചാൽ മതി. മൂന്ന് തിയറി, പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ 3 തിയറി വരിക. ഒന്ന് കോസബ്സ്റ്റാൻസിയേഷൻ, അത് മാർട്ടിൻ ലൂതറാണ്, അദ്ദേഹം ഒരു വൈദികനായിരുന്നു. ഇനി കാൽവിൻ പറഞ്ഞു സ്പിരിച്വൽ പ്രസൻസ് ഉള്ളൂ. സിംഗ്ലി പറഞ്ഞു അതില് ഓർമ്മയാചരണം മാത്രമേ. അപ്പോൾ സിംഗ്ലിയുടെ വാദത്തിലാണ് ബ്രദറൻ സഭ ഉത്ഭവിക്കുന്നത്. ഈ ബ്രദറൻ സഭയിൽ നിന്നാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സഭകൾ ഉത്ഭവിച്ചത്. അപ്പോൾ ബ്രദറൻ സഭയുടെ തിയോളജിയാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളുടെ തിയോളജി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ എല്ലാ പെന്തക്കോസ്ത് സഭകളും വിശ്വസിക്കുന്നത് കർത്താവിന്റെ മേശയിൽ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഒരു കർത്താവിന്റെ മേശ അർപ്പിക്കവര് അപ്പം വീഞ്ഞെടുത്തിട്ട് വെറും ഒരു ഓർമ്മയാചരണം മാത്രമാണ് അവർ പറയുന്നത്. പക്ഷെ അവർ തന്നെ അതിൽ സ്പിരിച്വൽ പ്രസൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നവരുണ്ട്. ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പെന്തക്കോസ്തുകാർ ആഘോഷിക്കുന്ന കർത്തൃമേശ. യഥാർത്ഥത്തിൽ പൗരോഹിത്യം ലഭിച്ച വ്യക്തിക്ക് മാത്രമേ, വിശുദ്ധ കുർബാനയിൽ കയ്യൊപ്പ് ലഭിച്ചുള്ള വ്യക്തികൾക്ക് മാത്രമേ അപ്പവും വീഞ്ഞും വാഴ്ത്തുമ്പോൾ യേശു അവിടെ സന്നിഹിതനാകുന്നുള്ളൂ. അതുകൊണ്ട് അവരെടുത്ത് അപ്പവും വീഞ്ഞും എത്ര എടുത്ത് പ്രാർത്ഥിച്ചാലും അതിലെ സ്പിരിച്വൽ പ്രസൻസും ഇല്ല, അതല്ലെങ്കിൽ സബ്സ്റ്റാൻസിയേഷൻ സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് അവർക്കത് ഓർമ്മയാചരണം മാത്രമായിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. അത് തന്നെയാണ് ഒരു പ്രഘോഷിക്കുന്നത്. കുറെ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ചക്ക് സംശയങ്ങൾ ആക്കിയാൽ മതിയോ? അത് മതിയാകും ബ്രദറെ. അടുത്ത ആഴ്ചത്തേക്ക് മാറ്റാം. അവിടെ സംശയങ്ങളുള്ളവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. വേണമെങ്കിൽ അത് ഗ്രൂപ്പിൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നാലും കുഴപ്പമൊന്നുമില്ല. അത് അടുത്ത ആഴ്ച കൃത്യമായിട്ട് നമുക്കത് ചോദ്യങ്ങളും അപ്പൊ വേണമെങ്കിൽ ബ്രദറിന് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ ആൻസർ മറുപടി പ്രിപ്പയർ ചെയ്യേണ്ടതാണെങ്കിൽ, അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണെങ്കിൽ അതും പ്രിപ്പയർ ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അയച്ചു തരാവുന്നതാണ്. ഇന്നൊരു ചുമയില്ല ശരിക്ക്, തൊണ്ട അങ്ങനെ കാരണ പ്രശ്നം മാത്രമേ ഉള്ളൂ. ചുമച്ചിരുന്നില്ല. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ അധികം ചുമച്ചില്ല, കുറച്ച് ചുമച്ചു. അതിങ്ങനെ തൊണ്ട കാരണം ചുമയ്ക്കാവുന്നതാണ്. അത് സംസാരം നമ്മ കുറച്ച് റെസ്റ്റ് കൊടുക്കണം, തൊണ്ടക്ക് റെസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് തൊണ്ട പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് 1-2 സംശയങ്ങളുള്ളത് അടുത്ത ആഴ്ച ഞങ്ങൾ ചോദിക്കാം. ഇപ്പൊ തൽക്കാലം റെസ്റ്റ് എടുത്തോളൂ.
ഓക്കെ ഓക്കെ. ആരാണ് ക്ലോസിംഗ് പ്രയർ ചെല്ലണത്? ഞാൻ ജോൺസൺ ചെയ്തോളാം. ബ്രദർ എല്ലാം. ഓക്കെ. നല്ല ദൈവമേ, അവിടുത്തെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയ ചിന്തകളുടെ മുമ്പിൽ ഞങ്ങളായിരുന്നു. ഈശോയെ, അങ്ങയുടെ ജ്ഞാനത്തിൽ വളരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഞങ്ങൾ ഭക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളോട് തിരുവചനങ്ങളിലൂടെ സഭയുടെ പ്രബോധനങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ജിൻഡോ ബ്രദറിനെ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, കുടുംബജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങൾ, ഔദ്യോഗിക മേഖലയിലെ ഉത്തരവാദിത്തങ്ങൾ, സഭയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ മേഖലകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ നയിക്കപ്പെടുവാൻ കർത്താവെ, അങ്ങയുടെ ആത്മാവിന്റെ ജ്ഞാനവും ശക്തിയും ചൈതന്യവും മകനിലേക്ക് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവമേ അങ്ങേക്ക് അറിയാം. അങ്ങേക്ക് അജ്ഞാതമായിട്ടൊന്നുമില്ല. ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഞങ്ങളുടെ അവസ്ഥകളും ദൈവമേ അങ്ങ് അറിയുന്നു. കൂടുതൽ ദൈവിക ജ്ഞാനത്തിൽ വളരുവാൻ, തിരുസഭ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കൃപ തരണമേ. സമരിയാക്കാരി സ്ത്രീയോട് ഈശോയെ അങ്ങ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണിത്. അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക. ജപമാല ചെല്ലുമ്പോൾ അറിഞ്ഞുകൊണ്ട് ജപമാല ചെല്ലുക. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുറെ കൂടി ആഴത്തിൽ അറിയുക. ഈശോയെ, അറിവിന്റെ തലങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ അങ്ങ് തെരഞ്ഞെടുത്ത് തന്ന ഈ മകനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളെ പൂർണ്ണമായും ഏറ്റെടുത്ത് പരിപൂർണമായി സൗഖ്യത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ വചനം കേട്ട ഞങ്ങളിൽ പലരും ഇപ്പോൾ വിശ്രമത്തിലേക്ക് തിരിഞ്ഞെങ്കിലും റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ മേഖല ഞങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ, ഞങ്ങൾ എല്ലാവരും വന്ന് കേൾക്കുമ്പോൾ, ഇതിൽ പങ്കെടുക്കാത്തവരും ഇരുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇത് പതിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ ആത്മാവിലേക്ക് ഇത് കോരി ഇട്ട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്ത് വെക്കുന്നു. ഈ രാത്രിയുടെ യാമങ്ങളിൽ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകണമേ. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന മണിക്കൂറുകൾക്ക് വിലയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഈ വിലപ്പെട്ട മണിക്കൂറിനായി ഞങ്ങളെ സഹായിച്ച പരിശുദ്ധാത്മാവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നല്ലൊരു നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. വിശുദ്ധരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എപ്പോഴും പ്രസ്തുതിക്കട്ടെ. ഈശോ ചെയ്തയുടെ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ജിൻഡോ ബ്രദറെ, ഇത്രയും വൈകിയ വേളയിലും ഈ രോഗത്തിന്റെ അവസ്ഥയിലും അങ്ങ് കാണിക്കുന്ന ഈ തീക്ഷ്ണത ദൈവം അങ്ങേക്ക് വിലമതിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചു കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒന്നും ഒട്ടും മോശമില്ല. വളരെ വിലപിടിച്ച ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക. അത് നമ്മൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നമ്മ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയിട്ട്, നമ്മ പരിശുദ്ധ കുർബാനയെ പറ്റിയെല്ലാം ആഴത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഈ ചിന്തകൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അനുഗ്രഹപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സുകളായാലും നമ്മൾ കേൾക്കുക. അതിൻ്റെ അകത്ത് വളരെ വളരെ നമ്മുടെ ഉദാശകളെ പറ്റിയൊക്കെ വളരെ കാര്യങ്ങൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതറിഞ്ഞാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനെപ്പറ്റി എല്ലാം കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. ദൈവം എല്ലാവരെയും സമർത്ഥമാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.